ഹായ് ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്കിൻ കെയർ വീഡിയോ ആയിട്ടാണ്. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം. ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് വേറെ പൈസ ചിലവൊന്നുമില്ല, വീട്ടിലുള്ള സാധനം വെച്ചിട്ട് തന്നെയാണ്. ഞാനിപ്പം ഇവിടെ എടുത്തേക്കുന്നത് നമ്മളുടെ കടലയാണ് കേട്ടോ. കടല ഇത് ഇത്തിരി കേടൊക്കെ വന്നിട്ടുള്ള കടലയാണ്. ഞാനിപ്പം അത് ഉച്ച വന്നപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായി, എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതി അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കടല കുതിർത്തി വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്തിട്ട് അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വല്ലാതെ പേസ്റ്റായി പോകരുത്, നമുക്ക് ചെറിയ ചെറിയ തരിതരിപ്പ് വേണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു സ്ക്രബിങ് എഫക്റ്റ് കിട്ടത്തുള്ളൂ. കടല നമ്മൾ ഉച്ച വന്നതാണെന്ന് കരുതി പേടിക്കൊന്നും വേണ്ട. ഞാനത് വെയിലത്തൊക്കെ വെച്ച് ഉച്ചിനൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അരക്കുന്ന സമയത്ത് കുറച്ച് അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്യാം, അപ്പോൾ ഒരു നല്ല തരിതരിപ്പോട് കിട്ടും. അപ്പം നമുക്കത് യൂസ് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. ഞാനപ്പോൾ ഇത് എൻ്റെ കൈമ്മലും ഉപയോഗിക്കുന്നുണ്ട്, കൂടാതെ മോൾക്കും വേണ്ടിയിട്ട് മോൾക്ക് കുളിക്കുന്ന സമയത്ത് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ചെറുപയറിൻ്റെ ആ ഒരു പൊടി ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇതും യൂസ് ചെയ്യാവുന്നതാണ്. ഞാനങ്ങനെ സ്കിൻ കെയർ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളൊന്നുമല്ല, വല്ലപ്പോഴും തോന്നിയാൽ മാത്രം ഒന്ന് ചെയ്യും, പിന്നെ അതങ്ങോട്ട് വിട്ട് കളയും, അങ്ങനെയാണ് കേട്ടോ. വല്ലാതെ മുഖത്തൊക്കെ ഇങ്ങനെ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലും സ്ക്രബ് ചെയ്യും, അല്ലാതെ അങ്ങനെ സ്ഥിരമായിട്ടൊന്നും ചെയ്യലില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം ഞാനിങ്ങനെ കടല ഇവിടെ ഇരിക്കുന്നത് കണ്ടപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി ചെയ്തതാണ്. അപ്പം ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി. അപ്പം ഞാൻ നിങ്ങൾക്ക് കൂടെ ഷെയർ ആക്കാമെന്ന് വിചാരിച്ചതാണ്. ഞാനപ്പോൾ ആദ്യം തന്നെ മോളുടെ മുഖത്തും ശരീരത്തിലൊക്കെ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പിടിച്ച ശേഷം ഞാൻ നമ്മളുടെ ഈ കടലയുടെ ഈ ഒരു മിക്സ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടാണ് അവളെ കുളിപ്പിക്കുന്നത് കേട്ടോ. തേച്ച് കൊടുത്ത് അപ്പോൾ തന്നെ വെള്ളം ഒഴിച്ച് കഴുകുക, കുഴപ്പമൊന്നുമില്ല. നമുക്കിത് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് സമയം അതൊന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണെങ്കിൽ അത്രയും നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. എൻ്റെ മോള് പിന്നെ ആളങ്ങനെ നിൽക്കുന്ന കൂട്ടത്തിലല്ല, അതുകൊണ്ട് അപ്പോൾ തന്നെ കഴുകി കളയുവാണ് കേട്ടോ ചെയ്തത്. നല്ല റിസൾട്ട് ഉണ്ട് അത്യാവശ്യം കേട്ടോ. ഞാനപ്പോൾ എൻ്റെ കയ്യിലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ ഈ ഒരു കൈയുടെ കളറ് കണ്ടാൽ തന്നെ മനസ്സിലാകും, അത്യാവശ്യം നല്ല ടാനൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ റിസൾട്ട്. ഒരു കാര്യം വിട്ടു പോകരുത് കേട്ടോ, നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഹെൽപ്ഫുൾ ആകുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒരു 2-3 മിനിറ്റിൻ്റെ അടുത്ത് ഞാനത് തേച്ചിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു 10 മിനിറ്റ് കൈമേൽ അത് അങ്ങനെ തന്നെ വെച്ചിട്ടാണ് ഞാൻ കഴുകി കളയുന്നത് കേട്ടോ. അപ്പം കഴുകി കളയുമ്പം തന്നെ നമുക്ക് അത്യാവശ്യം നല്ല വ്യത്യാസം തോന്നുന്നുണ്ട് കേട്ടോ കൈക്ക്. വല്ലാണ്ട് അങ്ങോട്ട് ബ്രൈറ്റായി എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, എന്നാലും നമ്മളുടെ കൈയൊക്കെ ഒന്ന് നന്നായി സോഫ്റ്റ് ആവും. അതൊരു അടുപ്പിച്ച് ഒരു ഒരാഴ്ചയോ 1.5 ആഴ്ചയൊക്കെ ഉപയോഗിക്കുമ്പോൾ അത്യാവശ്യം റിസൾട്ട് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നിങ്ങളുടെ അടുത്തും കൂടെ ഷെയർ ആക്കാമെന്ന് വിചാരിച്ചു. ഇതാ കണ്ടില്ല, അത്യാവശ്യം നല്ല വ്യത്യാസം വരുന്നുണ്ട്. ടാനിൻ്റെ ആ ഒരു എടുത്ത് കാണിക്കുന്നത് കുറച്ചൊന്ന് കുറഞ്ഞ പോലെ എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങളും ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, വേറെ ചിലവൊന്നുമില്ലല്ലോ, നമ്മളെ വീട്ടിലുള്ള സാധനം വെച്ച് തന്നെയാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും കൂടെ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.